കേരള ക്രിക്കറ്റ് ടീമിന് വേണ്ടി സീനിയർ തലത്തിൽ ഒരു മത്സരം പോലും കളിച്ചിട്ടില്ലാത്ത വിഘ്നേഷ് പുത്തൂർ എന്ന ചെറുപ്പക്കാരൻ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ 3 വിക്കറ്റുകൾ വീഴ്ത്തിയത് കണ്ടപ്പോൾ ഞാനൊരു പഴയ കഥയോർത്തുപോയി. 16 വർഷം പഴക്കമുള്ള ഒരു കഥ. 2009 ഓസ്ട്രേലിയയും ദക്ഷിണാഫ്രിക്കയും തമ്മിൽ ഒരു T20 മത്സരം നടന്നു. അന്ന് ഡേവിഡ് വാർണർ എന്ന ഓപ്പണിംഗ് ബാറ്റർ ഓസീസിന് വേണ്ടി അരങ്ങേറ്റം കുറിച്ചു. ആ സമയത്ത് ഒരു ഫസ്റ്റ് ക്ലാസ് മത്സരം പോലും വാർണറുടെ പേരിലുണ്ടായിരുന്നില്ല. 132 വർഷങ്ങളുടെ പാരമ്പര്യമുണ്ടായിരുന്ന ഓസ്ട്രേലിയൻ ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ സംഭവം. അങ്ങനെ കരിയർ തുടങ്ങിയ വാർണർ പിന്നീട് അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ ഇതിഹാസമായി മാറി. വാർണറുടെ വീരഗാഥ നമ്മളെ ചിലതെല്ലാം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആഭ്യന്തര ക്രിക്കറ്റിലെ റെക്കോർഡുകൾക്ക് വലിയ വിലയുണ്ട്. പക്ഷേ അത് അവസാന വാക്കല്ല. ഒരു കളിക്കാരൻ്റെ കഴിവിന് തന്നെയാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. മുംബൈ ഇന്ത്യൻസിൻ്റെ ബോളിംഗ് പരിശീലകനായ പരസ് മാംബ്രെ പറഞ്ഞത് ശ്രദ്ധിക്കുക. വിഘ്നേഷ് എത്ര മത്സരങ്ങളിൽ പങ്കെടുത്തു എന്ന കാര്യമല്ല ഞങ്ങൾ പരിഗണിച്ചത്. അയാൾക്ക് കഴിവുണ്ടെന്ന് ഞങ്ങൾക്ക് ബോധ്യമായി. അതുകൊണ്ടാണ് മുംബൈ വിഘ്നേഷിന് അവസരം നൽകിയത്. വിഘ്നേഷിന് വലിയ സ്വപ്നങ്ങളാണ് കാണേണ്ടത്. ആഭ്യന്തര മത്സരങ്ങളിലെ പരിചയക്കുറവ് അയാൾ അലട്ടേണ്ടതില്ല. ഇന്ത്യൻ ടീമിൻ്റെ വാതിലുകൾ തള്ളിത്തുറക്കാൻ ഒരു മികച്ച IPL സീസൺ തന്നെ ധാരാളമാണ്. രോഹിത് ശർമ്മയും സൂര്യകുമാർ യാദവും വിഘ്നേഷിനെതിരെ നെറ്റ്സിൽ പരിശീലിച്ചിരുന്നു. ആ 24 വയസ്സുകാരൻ്റെ പന്തുകൾ റീഡ് ചെയ്യാൻ ഇരുവരും ബുദ്ധിമുട്ടിയെന്നതാണ് പരസ് മാംബ്രെ വെളിപ്പെടുത്തിയത്. അതുകൊണ്ടാണ് ചെന്നൈക്കെതിരായ നിർണായക മത്സരത്തിൽ വിഘ്നേഷ് ഇമ്പാക്ട് സബായി കളിക്കളത്തിലെത്തിയത്. ഋതുരാജ് ഗെയ്ക്വാദ്, ശിവൻ ദൂബെ, ദീപക് ഹൂഡ എന്നിവരുടെ വിക്കറ്റുകളാണ് വിഘ്നേഷ് ഉയർത്തിയത്. അവരെല്ലാവരും അന്താരാഷ്ട്ര താരങ്ങളാണ്. ദൂബെ സ്പിന്നർമാരെ നിലം തൊടാതെ പറത്തുന്ന ആളാണ്. പക്ഷേ അംഗം വിഘ്നേഷ് തന്നെ വിജയിച്ചു. ചങ്കുറപ്പിൻ്റെ കാര്യത്തിലും വിഘ്നേഷ് മുന്നിലാണെന്ന് നിസ്സംശയം പറയാം. 5 തവണ IPL കിരീടം ചൂടിയ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ സ്വന്തം മടയിൽ വെച്ച് ഇതുപോലൊരു ചാമ്പ്യൻ പെർഫോമൻസ് കാഴ്ചവെക്കാൻ ദുർബല ഹൃദയർക്ക് സാധ്യമല്ല. മഹേന്ദ്ര സിംഗ് ധോണി ഒരു ടഫ് ക്രിക്കറ്ററാണ്. അയാളെ പ്രീതിപ്പെടുത്താൻ അത്ര എളുപ്പമല്ല. ധോണിയുടെ അഭിനന്ദനം കന്നി അംഗത്തിൽ തന്നെ കരസ്ഥമാക്കിയ വിഘ്നേഷ് എന്തായാലും ചില്ലറക്കാരനല്ല. ചൈനമൻ ബോളിംഗ് എന്നത് ഒരു അപൂർവ കലയാണ്. ബ്രാഡ് ഹോഗ്, കുൽദീപ് യാദവ്, തബ്രീസ് ഷംസി, നൂർ അഹമ്മദ് തുടങ്ങിയ ചുരുക്കം ചിലർ മാത്രമാണ് ആ മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചൈനമൻ സ്പിന്നർമാർക്ക് ക്രിക്കറ്റ് ലോകത്ത് അപാരമായ സാധ്യതകളുണ്ട്. ഇന്ത്യൻ ജേഴ്സി വിഘ്നേഷിൻ്റെ കൈയെത്തുന്ന ദൂരത്ത് തന്നെയുണ്ട്. ലെഗ് സ്പിന്നർമാർക്ക് സിമൻറ്റ് പിച്ചിൽ പോലും പന്ത് ടേൺ ചെയ്യിപ്പിക്കാൻ സാധിക്കുമെന്ന് പറയാറുണ്ട്. പക്ഷേ ചിലപ്പോൾ അവർ അസ്ഥിരത കാണിക്കും. കുറേ ഷോർട്ട് ബോളുകളും ഫുൾ ടോസറുകളും എറിയും. ക്യാപ്റ്റൻ്റെയും ക്രിക്കറ്റ് സിസ്റ്റത്തിൻ്റെയും പിന്തുണയില്ലാതെ ഒരു ലെഗ് സ്പിന്നർക്ക് അതിജീവനം പ്രയാസകരമാണ്. മലയാളികളോട് ഒരു അഭ്യർത്ഥനയുണ്ട്. നാളെ 1-2 മത്സരങ്ങളിൽ വിഘ്നേഷ് മോശം പ്രകടനം കാഴ്ചവെച്ചാൽ അവന് നേരെ കല്ലുകൾ എറിയരുത്. അവൻ നമ്മുടെ പയ്യനാണ്. വിഘ്നേഷിനെ സ്നേഹം കൊണ്ട് പരിപാലിക്കും. അവൻ നമുക്ക് വേണ്ടി അഭിമാന ഗോപുരങ്ങൾ പണി കഴിപ്പിക്കും. അടിസ്ഥാന വിലയായ 30 ലക്ഷം രൂപക്കാണ് മുംബൈ വിഘ്നേഷിനെ സ്വന്തമാക്കിയത്. ഭാവിയിൽ കോടികളുടെ വിപണന മൂല്യം അവൻ്റെ പേരിൽ വന്നു ചേരട്ടെ. ഹൈദരാബാദിലെ ഓട്ടോ ഡ്രൈവറുടെ മകനായ സിറാജ് ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ മുൻനിര ബോളറായി. സേലം നഗരത്തിലെ പ്രാന്തദേശങ്ങളിലെ കൂലിപ്പണിക്കാരനായ പിതാവിന് ജനിച്ച നടരാജനും നമുക്ക് പ്രിയപ്പെട്ടവനായി. അടുത്ത ഊഴം വിഘ്നേഷിൻ്റേതാണ്. മലപ്പുറം സ്വദേശിയായ ഓട്ടോ ഡ്രൈവറുടെ മകൻ വിഘ്നേഷ് ഈ രാജ്യത്തിൻ്റെ മുഴുവൻ പ്രിയങ്കരനാവുന്ന ദിവസങ്ങൾ വരട്ടെ. നമുക്കതിനു വേണ്ടി കാത്തിരിക്കാം. വിഘ്നേഷിനെ കണ്ണിലെ കൃഷ്ണമണി പോലെ നമുക്ക് കാത്തു സൂക്ഷിക്കാം. സ്പോർട്സ് ഡെസ്ക്, അസി ടോക്സ്.